അമൃത കുറ്റം സമ്മതിച്ചെന്നോ? എന്തായാലും ഇതെന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ തിരിച്ചു വിളിക്കാം. എന്തുപറ്റി? നല്ല ടെൻഷനിലാണല്ലോ. വേറൊന്നുമല്ല, അമൃത പോലീസിനോട് കുറ്റം സമ്മതിച്ചു. അഭിമന്യുവിന്റെ അച്ഛൻ അനന്തകൃഷ്ണനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതിന് പിന്നിൽ അമൃതയാണെന്ന് അവള് തന്നെ പോലീസിനോട് സമ്മതിച്ചു. അത് അവളുടെ അടുത്ത അടവായിരിക്കും. തൽക്കാലം പോലീസിന്റെ ഇടി കൊള്ളാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവളുടെ നമ്പര് ഏതെങ്കിലും വക്കീലന്മാര് പറഞ്ഞു കൊടുത്ത ബുദ്ധിയായിരിക്കും. പിന്നെ കോടതിയിൽ മാറ്റി പറഞ്ഞാൽ മതിയല്ലോ. ഇതൊന്നുമല്ല, വേറെന്തോ നീക്കമാണ്. അല്ല, ഈ വിവരങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് നിന്നോടാരാ പറഞ്ഞത്? അല്ല, പോലീസിന് മാത്രം അറിയാവുന്ന രഹസ്യം ഇത്ര കൃത്യമായിട്ട് നിന്നോടാരാ പറഞ്ഞത്? അതാരാണെന്ന് ഞാനും കൂടി ഒന്ന് അറിയട്ടെ. അത് നീ എന്തിനാ അറിയണം? അല്ല, ഈ പറഞ്ഞയാളുടെ ക്രെഡിബിലിറ്റി നോക്കിയാ അതിൽ എത്ര കണ്ട് വാസ്തവം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ എന്നെ വിളിക്കുന്ന എല്ലാവരുടെയും ഊരും പേരും വിവരങ്ങളും നിന്നോട് പറയാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെ എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റില്ല. എല്ലാവരും? ഞാൻ നിന്റെ ഭർത്താവല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മുമ്പിൽ എന്ത് രഹസ്യം? ഭർത്താവിനോടും അച്ഛനോടും അമ്മയോടും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ. പോലീസിൽ എന്റെ ഇൻഫോമർ ആരാണെന്ന് തൽക്കാലം നീ അറിയണ്ട. നമ്മുടെ ടാർഗറ്റ് അമൃതയും അഭിമന്യുവാണ്. അവരെ തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അമൃത ഈ കേസിൽ ശിക്ഷിക്കപ്പെടണം. അവൾ ഒരു കാലത്തും പുറത്തിറങ്ങാൻ പാടില്ല. കാമുകി ജയിലിലും കാമുകൻ പുറത്തുപോയി ജീവിക്കുന്ന ആ സുന്ദരമായ കാഴ്ച എനിക്കൊന്ന് കാണണം. അമൃതയ്ക്കെതിരെ ഗൂഢാലോചന നടത്തി ഇനിയും നിനക്ക് മതിയായില്ലേ? സുമേഷേ, നീയാണോ ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നേ? ഓ, പണ്ടിവന്റെ ഭാര്യയായി ഈ വീട്ടിലെ മൂത്ത മരുമകളായിട്ട് കയറി വരേണ്ടവളായിരുന്നല്ലോ അമൃത. ആ സെന്റിമെന്റ്സ് ആയിരിക്കും അമ്മയുടെ മനസ്സ് നിറയെ. ഈയുടെ മനമേ, സെന്റിമെന്റ്സോ? എനിക്ക് അമൃതയോടെന്നല്ല ആരോടും ഒരു സെന്റിമെന്റ്സും ഇല്ല. അതെനിക്കറിയാം. അമൃത കേസിൽ പെടാതെ പുറത്തിറങ്ങേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യം. അവള് പുറത്തിറങ്ങിയാൽ മാത്രമേ ആകാശിന്റെ കല്യാണം നടക്കൂ. കല്യാണോ അമൃതയുടെ കേസും തമ്മിൽ എന്താ ബന്ധം? അമൃത അകത്ത് കിടന്നാലും ഇവരുടെ കല്യാണം നടത്തുന്നതിന് എന്ത് തടസ്സം? നീ എന്ത് മണ്ടത്തരായി പറയുന്നേ? പഞ്ചരത്നങ്ങൾ അമൃതയ്ക്ക് കൊടുത്തിരിക്കുന്നത് അവരുടെ അമ്മയുടെ സ്ഥാനാ. അങ്ങനെയുള്ള അമൃത ജയിലിൽ പോയാ ആ കുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കോ? ഈ കല്യാണം എങ്ങനെ നടക്കണം? എങ്കിൽ മാത്രമേ എനിക്ക് നിന്റെ സ്വർണം തന്ന് അന്തസ്സോടെ ജീവിക്കാൻ പറ്റൂ. ഡാ, നീയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അതല്ല, ഇനിയും അമൃതയ്ക്കിട്ട് പണിയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇതെല്ലാം ഞാൻ പുറത്തു പറയും. അഭിമന്യുവേ, നിന്നെ എടുത്തൊടുക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഒരു പൊടിക്കടങ്ങിയ നിനക്ക് കൊള്ളാം. എങ്ങനെയെങ്കിലും കടം വീട്ടി എന്നോട് അമ്മായിയമ്മ പോരി തുടങ്ങാനാ നിന്റെ അമ്മയുടെ പ്ലാൻ. അത് നടന്നത് തന്നെ. സർ, റെഡിയാണ്. കോടതിയിലേക്ക് പോവാം. വണ്ടിയൊക്കെ റെഡിയല്ലേ? അതെ സർ.
ആദ്യം ഇവളെ കൊണ്ടുപോവാം. അടുത്ത വണ്ടി വന്നിട്ട് ഇവനെടുത്താൽ മതി. രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോയാ നമുക്ക് ജോലി എളുപ്പല്ലേ സർ? തൽക്കാലം ഞാൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി. ഓക്കെ സർ. പറ്റില്ല, ഞങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുപോയാൽ മതി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.